ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 9 Pro 5Gയുടെ ഒരു ഷോർട്ട് റിവ്യൂയും അതോടൊപ്പം ക്യാമറ പെർഫോമൻസുമാണ് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ശ്രദ്ധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറേ കൂട്ടുകാർ മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബ് കമൻറ്റിലൊക്കെ ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ചെയ്യുന്നു. സോ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. സോ എനിക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ബോക്സ് ആദ്യം തന്നെ ഒരു റെഡ് കളർ ബോക്സിലാണ് കിട്ടിയത്. അപ്പം എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കാണാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് പോയി കാണാം. നല്ലൊരു ബോക്സിങ് പാക്കേജ് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ OnePlus 9 Pro എന്നൊക്കെ എഴുതി 5G ഒരു ബ്രാൻഡിങ് ഒക്കെ തന്ന് നല്ലൊരു സൂപ്പറായിരുന്നു ബോക്സ്. താഴെ ഹാസൽബാഡിൻ്റെ ബ്രാൻഡിങ് ഉണ്ടായിരുന്നു. ബോക്സിൽ തന്നെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫോണിൻ്റെ ബോക്സിങ് പാക്കേജ് ഇഷ്ടപ്പെട്ടു. താഴെയായിട്ട് OnePlusൻ്റെ ബ്രാൻഡിങ് എന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലത്തെ ഒരു കളറൊക്കെ തന്നു. ഞാൻ സത്യം പറഞ്ഞ് എക്സൈറ്റ് ആയിപ്പോയി. നല്ലൊരു കളർ തന്നെയാണ് തന്നിരിക്കുന്നത് ഈ ഒരു ബോക്സിലെല്ലാത്തിലും. എൻ്റെ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ പൈൻ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ്, അഥവാ ഫോറസ്റ്റ് ഗ്രീൻ കളർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കളർ പറയുന്നത് ഫോറസ്റ്റ് ഗ്രീൻ എന്നൊരു കളറിലാണ്. അപ്പം പൈൻ ഗ്രീൻ ആണ് വെളിയിൽ നമുക്ക് പറയുന്നത്. സോ ഇതിൻ്റെ ഗുഡായിട്ടുള്ള സ്റ്റഫുകൾ ആദ്യം നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റഫ്സ് ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ ഇത് വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ വളരെ എലിഗൻ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നല്ലൊരു എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ 120 Hz റീഫ്രഷ് റേറ്റ് HDR10+ സപ്പോർട്ടബിളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേറെ ലെവലാണ്. നല്ലൊരു മോഷൻ സ്മൂത്ത്നെസ്സും എല്ലാം ആ ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് തന്നിരിക്കുന്നത്. അതോടൊപ്പം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ, ഡിസ്പ്ലേയുടെ കാര്യമുള്ള സോഫ്റ്റ്വെയർ ആണ് പറയുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേക്ക് അത് ലഭിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ഒരു മറ്റൊരു ഫോണിലും കിട്ടാത്തൊരു ഡിഫറൻസ് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. OnePlus 8 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ പോലും കിട്ടാത്തൊരു സംഭവം നമ്മുടെ ഈ ഒരു 9 Proയ്ക്കകത്ത് ലഭിക്കുന്നുണ്ട്. സോ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീന് നല്ല 6.7 ഇഞ്ചസിൻ്റെ നല്ല വലിയൊരു സ്ക്രീനാണ് തന്നിരിക്കുന്നത്. ആ ഒരു എഡ്ജസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ എഡ്ജസ് വരെ നല്ല കവർ ചെയ്ത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ മൊഡ്യൂളും എല്ലാം വേറെ ലെവലായിട്ടാണ് OnePlus വെച്ചിരിക്കുന്നത്. സോ ഫോട്ടോഗ്രാഫിയിലും എല്ലാം നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നല്ലൊരു വലിയൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെ കിട്ടുന്നുണ്ട്. അതായത് പെട്ടെന്ന് ചാർജ് കയറുന്നുണ്ട്. 29 മിനിറ്റിൽ തന്നെ 100% വരെ ചാർജ് ആവുന്നുണ്ട്. അപ്പം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാത്തിലും ഹാസൽബ്ലാഡാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു ക്യാമറ പെർഫോമൻസിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് നോക്കി, ഫോട്ടോസ് ഷൂട്ട് ചെയ്ത് നോക്കി, എല്ലാം നല്ല സൂപ്പർബാണ്. സോ എല്ലാ ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിലും ഈ ഒരു ഫോൺ ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ പോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയും വന്നിരിക്കുന്നത്. അപ്പോൾ ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ യൂസ് ചെയ്ത് കാണില്ല, മിക്കവരും ക്യാനോൺ, സോണി പോലത്തെ കമ്പനിയുടെ ക്യാമറാസാണ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ OnePlus 9 Proയിലൊരു ക്യാമറ ഫുട്ടേജ് ആണ്. സോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ക്യാമറ, ഹാസൽബ്ലാഡിൻ്റെ ക്യാമറയുടെ ഒരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതായത് അസ്യൂണസ് നമ്മൾ കറക്റ്റ് നമ്മുടെ DSLR ഷോട്ട് ചെയ്യുന്നൊരു ഇതാണ്. സോ ബാക്കിൽ കോഴി കൂവുന്നുണ്ട്, നല്ല ശബ്ദമുണ്ട്, എന്നോടൊന്ന് ക്ഷമിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഈ കോഴിയുടെ ശല്യമുണ്ട്. സോ ഡിസ്പ്ലേ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഗ്രേറ്റ് സ്ക്രീനാണ് തന്നിരിക്കുന്നത്, സൂപ്പർ സ്ക്രീനാണ്. 120 Hz റിഫ്രഷ് റേറ്റ്, 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ എല്ലാം തന്നുകൊണ്ട് നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് തന്നിരിക്കുന്നത്. കോഴി വെളി കൂവിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു ഫോണിൽ ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് 5G ലഭിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. കാരണം ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 5G വന്നിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല 5G ഇപ്പോൾ വരുമെന്നൊന്നും. സോ അപ്പം അത് യൂസ് ചെയ്യാം. അത് എന്തോ എനിക്ക് വീക്കായിട്ട് തോന്നുന്നുണ്ട്. 5G എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഡിജിറ്റൽ സൂം എന്ന് പറയുന്നത് കുറച്ച് വീക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിജിറ്റൽ സൂം ഒന്നും. കുറച്ച് വീക്കായിട്ടുള്ള ഡിജിറ്റൽ സൂമാണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. ഈ ഒരു ക്യാമറ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ഓവർ പ്രോസസ്സ് ടൈം എടുക്കുന്നുണ്ട്, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല, കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അത് തോന്നില്ല. S21 Ultra വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വാപ്പ് ചാർജ് 45 മിനിറ്റ്സിലൊക്കെ ചാർജിങ് എല്ലാം സൂപ്പറാണ്. 4500 mAh ബാറ്ററിയിൽ വെക്കുന്നുണ്ട്. അതും വലിയൊരു കാര്യമാണ്, അത് ബിഗ് ഡീലാണ്. കാരണം 65 വാട്ടും 4500 mAh ബാറ്ററിയൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് സാധാരണ ഒരു യൂസറിനെ സംബന്ധിച്ചോളം. സോ അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2026 വരെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തന്നെ യൂസ് ചെയ്യാം. സോ അത് നിങ്ങൾക്ക് ഞാൻ ഒരു വാക്ക് തരികയാണ്, 2026 വരെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാം ഞാനൊരു ലിങ്ക് താഴെ തന്നിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ്, ഇതിൻ്റെ ഈ ഒരു ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോ ഷൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ S21 Ultraയിലെടുത്തത് OnePlus 9 Proയിലും എടുത്തതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാ ഫോട്ടോസും നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ ഉണ്ടായിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ്
അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണ്, നിങ്ങളുടെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തി നമ്മുടെ സുഹൃത്തുക്കളും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ഫോണിൻ്റെ സവിശേഷതകളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ കുറേ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ പോകുന്നതായിരിക്കും. പല ഇതിൽ നമ്മൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് യൂട്യൂബ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു ക്യാമറ ഷോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട് കേട്ടോ, അവിടെ ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. സോ എന്താ പറയുക, നമ്മുടെ ഔട്ട്രോ പറയാനുള്ള സമയമായി. അതിനു മുമ്പ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡിൽ ദെൻ ദിസ് ഈസ് ആറ്റൻ സൈനിങ് ഓഫ്. ബൈ.